الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനും ജീവിതാവസാനമാകുന്ന മരണം യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമവും, എപ്പോഴാണെന്നറിയാത്ത മരണത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഓർമ്മയും, ഇതെല്ലാം യഥാവിധി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിച്ച് മുന്നേറേണ്ടത് എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 3-4 ആഴ്ചകളിലായിട്ട് മഹാനായ ഒരു പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം, അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഞാനും നിങ്ങളും നമ്മുടെ സഹോദരന്മാരുമൊക്കെ വിവിധങ്ങളായ ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയത്ത് എപ്രകാരമായിരിക്കണം എന്ന ചില സൂചനകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കഅബയിലേക്ക് പോകുന്നവർ മക്കളോടുള്ള വസിയ്യത്ത് നിർവഹിക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതീകാത്മകമായി നമ്മൾ ചെയ്യുന്ന ഓരോ ഉദ്ഹിയ്യത്തും അതിന്റെ ആന്തരികമായ ചൈതന്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ വിശദീകരിച്ചത്, നമ്മൾ വിവരിച്ചത്. ഓരോ തലവും ഓരോ വിശ്വാസിനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആ ബന്ധങ്ങളെ അറുത്തു മാറ്റിയിട്ട് ആചാരങ്ങളായി നമ്മൾ അമലുകളെ നിർവഹിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഫലവുമില്ല എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. നേരെ മറിച്ച് ആ ഓരോ അമലുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾക്കും വലിയ മാറ്റങ്ങൾക്കും അതിനേക്കാൾ വലിയ
നേട്ടങ്ങൾക്കുമൊക്കെ കാരണമാക്കി തീർക്കുമാറ്, അത് കാരണമായി തീരുമാറ് അമലുകൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് വലിയ സമർപ്പണമായി ജീവിതത്തിൽ മാറ്റി തീർക്കുവാൻ, ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ ഉതകുന്നതായിരിക്കണം എന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആൻ അതിന്റെ 7ഓളം സ്ഥലങ്ങളിൽ പിൻപറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രവാചകന്റെ ഔന്നത്യം, ആ പ്രവാചകന്റെ മാതൃക, ആ പ്രവാചകന്റെ ഉസ്വത്തുൻ ഹസന, സൽമാർഗം എത്ര കണ്ട് അള്ളാഹുവിന്റെ അരികിൽ പരിഗണനീയവും അള്ളാഹുവിന്റെ അരികിൽ മഹത്തരവുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. നമുക്ക് നിയോഗിതനായ ഒരു പ്രവാചകനെ കുറിച്ചല്ല അല്ലാഹു തആല പറഞ്ഞത്, മറിച്ച് നമുക്ക് നിയോഗിതനായ പ്രവാചകനും 7ഓളം സ്ഥലങ്ങളിൽ അനിത്തബിഅ മില്ലത ഇബ്രാഹീമ, ഇബ്രാഹിമിന്റെ മില്ലത്തിനെയാണ് നീ പിന്തുടരേണ്ടത് എന്ന് അല്ലാഹു തആല പറയുമാറ് അള്ളാഹുവിന്റെ ദീനിൽ മാതൃകയോടുകൂടി ജീവിച്ചു പോയ ഒരു പ്രവാചകനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് തൻ്റെ കുടുംബ ചുറ്റുപാട്, സാമൂഹികമായ ചുറ്റുപാട്, ഭരണപരമായ ചുറ്റുപാട്, ഈ 3 മേഖലകളിലും തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ച ഒരു പ്രവാചകൻ. എല്ലാം അനുകൂലമായിരുന്നില്ല, എല്ലാം പ്രതികൂലമായിരുന്നു. കുടുംബ പ്രതികൂലമായിരുന്നു. ഏതൊരു ആദർശവുമായിട്ടാണോ അദ്ദേഹത്തെ അല്ലാഹു തആല നിയോഗിച്ചയച്ചത്, ആ ആദർശത്തിന് 100% വിരുദ്ധമായിരുന്ന, പ്രതികൂലമായിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേത് എന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലെ? ആസർ എന്ന് പറയുന്ന പിതാവ് തനിക്ക് പൂജിക്കാനുള്ള, തങ്ങളുടെ ജനതയ്ക്ക് പൂജിക്കാനുള്ള വിഗ്രഹങ്ങളെ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കുന്ന, അതിന്റെ ഒരു നിർമ്മാതാവായി നിലകൊള്ളുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. സാമൂഹികമായ ചുറ്റുപാട്, ആ സമൂഹം ഒന്നടങ്കം ആ തമാസീലുകൾക്ക് അഥവാ രൂപങ്ങൾക്ക് മുമ്പിൽ അവയ്ക്ക് വേണ്ടിയുള്ള ആരാധനാലയങ്ങളിൽ എഴുത്തിക്കാഫിരിക്കുന്ന, അവർക്ക് വേണ്ടി ഭജനയിരിക്കുന്ന, അവർക്ക് വേണ്ടി ആരാധനകൾ അർപ്പിക്കുന്ന ഒരു സമൂഹമാണ്. ഇനി ഭരണകൂടമാണെങ്കിലോ 100% ഞാനാണ് ദൈവം, ഞാനല്ലാത്ത ഒരു ദൈവം ഈ പ്രപഞ്ചത്തിനോ എന്ന് ചോദിക്കുമാറ് ഉലൂഹിയത്തിനെ തന്നിലേക്ക് ആവാഹിച്ചു വെച്ചിട്ട് ആ വിശ്വാസത്തെ തന്റെ ജനസമൂഹത്തിലേക്ക് എല്ലാ കൊത്തിയുണ്ടാക്കപ്പെട്ട ദൈവങ്ങളുടെയും മുകളിൽ ജീവിച്ചിരിക്കുന്ന ദൈവം ഞാനാണ്, ഞാനല്ലാത്ത ഒരു ദൈവം, അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ളവരായിട്ടുള്ളവരല്ലാത്ത മറ്റ് ദൈവങ്ങൾ, ഒരു സർവാധിനാഥനായ വാഹിദുൽ ഖഹാറായ ഒരു ദൈവത്തെക്കുറിച്ച് അംഗീകരിക്കുക പോലും ചെയ്യാത്ത ഒരു ഭരണകൂടത്തിന്റെ സാമൂഹിക സാഹചര്യം. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമൻ തന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ ഇബ്രാഹിമി സരണിയാണ് ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത് എന്ന് അല്ലാഹു തആല ആവർത്തിച്ചു പറയുന്നത്. സൂറത്തു സ്വാഫാത്തിന്റെ 99-ാമത്തെ വചനത്തിൽ ആ പ്രവാചകൻ പറഞ്ഞതായി ഖുർആൻ പറയുകയാണ്. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്. നടന്നു തീർക്കാനുള്ള വഴികൾ മുഴുവൻ എൻ്റെ റബ്ബിലേക്കാണ്, എൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്കല്ല, എൻ്റെ കുടുംബത്തിന്റെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല, ഈ ഭൗതികമായ ലോകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളും അത് പൂവണിയാൻ വേണ്ടിയുള്ള ഒരു യാത്രയല്ല, മറിച്ച് എൻ്റെ റബ്ബിലേക്കാണ്, എൻ്റെ നാഥനിലേക്ക് ഞാൻ യാത്രയാവുകയാണ്. ആ വാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അദ്ദേഹം നടന്നു തീർത്ത വഴികൾ ഓരോന്നും റബ്ബിലേക്കാണ്. ഒരു വിശ്വാസി ആ ഒരു കൊച്ചു വചനത്തിന്റെ മുന്നിൽ ആലോചിച്ചിരുന്നാൽ, ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസികൾ ആലോചിച്ചിരുന്നാൽ എനിക്കും നിങ്ങൾക്കും ഒരു എത്തും പിടിയും കിട്ടൂല. കാരണം ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുകയാണ് എന്തിനു വേണ്ടി? ഈ ദുനിയാവിന് വേണ്ടി.
ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ഈ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ദുനിയാവിന്റെ പലതും നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ നടന്നു തീർക്കുന്ന വഴികളാണ് നമുക്ക് പറയാനുള്ളത്, അല്ലെ? നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ വിവാഹത്തിന് വേണ്ടി, അവരുടെ വീടിന് വേണ്ടി, അവരുടെ കാറിന് വേണ്ടി, അങ്ങനെ തുടങ്ങിയിട്ട് ഞാനും നിങ്ങളും നടന്നു തീർക്കുന്ന ഒരു പുരുഷായുസ് പലപ്പോഴും ഈ ദുനിയാവിന്റെ ഫ്രെയിമിൽ ഒതുങ്ങിപ്പോകും. എന്നാൽ മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞത്, ഇന്നീ സാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ നാഥനിലേക്ക് നടന്നു നീങ്ങുകയാണ്. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നാഥനിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന പരമയാഥാർത്ഥ്യത്തെ വിസ്മരിച്ചിട്ട് വിശ്വാസിക്കൊരു ജീവിതമില്ല. നഷ്ടപ്പെട്ടു പോയതെല്ലാം നഷ്ടപ്പെട്ടതാണ്. ഇനി ശേഷിക്കുന്നത് ഏറുന്തോറും കുറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഏറുന്തോറും കുറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് ആയുസ് മാത്രമാണ്, അല്ലെ? ആയുസ് മാത്രമാണ്. നമുക്ക് ഏറുന്തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ആയുസ്സിൽ ഞാൻ നടന്നു തീർക്കുന്ന വഴികൾ എൻ്റെ നാഥനിലേക്കാണോ? എന്റെ നാഥനിലേക്കാണ് ഞാൻ നടന്നു തീർക്കുന്നത് എന്ന് പറഞ്ഞ ആ മഹാനായ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് പറയുകയാണ്, 7ഓളം സ്ഥലങ്ങളിൽ എന്നോടും നിങ്ങളോടും പറയുകയാണ്, ആ മഹാനായ പ്രവാചകനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വളരെ നന്നായി നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, നമ്മൾ നടന്നു തീർക്കുന്ന വഴികൾ എങ്ങോട്ടാണ്? എന്നിട്ട് അവിടെ പറഞ്ഞു, തീർച്ചയായും സയഹ്ദീൻ, എന്റെ നാഥൻ എനിക്ക് വഴി കാണിക്കും, എന്റെ നാഥൻ എനിക്ക് വഴി കാണിക്കും. ആ നാഥൻ കാണിച്ച വഴിയാണ് എന്റെ വഴി. ഞാനായിട്ടൊരു വഴി ഉണ്ടാക്കേണ്ടതില്ല. ഞാനായിട്ട് നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ നമുക്ക് വേണ്ട ഒരു വഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇസ്ലാമിനെ നമ്മള് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു വഴി, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വഴി, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിം, ആ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മൾ കുത്തിച്ചേർത്തത്. ഇസ്ലാം ഉണ്ടാക്കി വെച്ച വഴിയിലൂടെ ഞാൻ നടന്നു തീർക്കണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച വഴിയിലേക്ക് ഇസ്ലാം അതിലേക്ക് ചേർന്ന് വരണം, ഇസ്ലാമിനെ അതിലേക്ക് കൊണ്ടുവന്ന് വെക്കണം എന്ന് പറയുന്ന ഒരു വിരോധാഭാസത്തിന്റെ വർത്തമാനകാല ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെ? ആലോചിച്ച് നോക്ക്, ഒരു വിവാഹം എങ്ങനെ നടത്തണമെന്ന് ഇസ്ലാമിന് കൃത്യമായൊരു വഴിയുണ്ട്. നമ്മുടെ സന്താനങ്ങൾ അത് എങ്ങനെയാണ്, ആരെല്ലാമായിട്ട് മിങ്കിളാകണം, ആരെല്ലാമായിട്ടാണ് കൂടിച്ചേരേണ്ടത്, ആരെല്ലാമായിട്ട് കൂടിച്ചേരാൻ പാടില്ല എന്നത് ഇസ്ലാമിനൊരു വഴിയുണ്ട്. നമ്മുടെ പെമ്മക്കളെ അവരെങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഇസ്ലാമിനൊരു വഴിയുണ്ട്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് എങ്ങനെയായിരിക്കണം എന്നതിന് ഇസ്ലാമിന് കൃത്യമായ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടക്കുന്നത്. അവൻ എനിക്ക് വഴി കാണിച്ചു തരും, കാരണം ഞാൻ അവനിലേക്കാണ്, എൻ്റെ നാഥനിലേക്കാണ് ഞാൻ നടന്നു നീങ്ങുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. എന്നിട്ടോ രണ്ടാമത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മില് അതിന്റെ 37-ാമത്തെ വചനം 53-ാമത്തെ വചനത്തിൽ അവിടെ പറഞ്ഞു, വഇബ്രാഹീം അല്ലദീ വഫ, ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വഴിയിലൂടെയാണ് നടന്നത്. അള്ളാഹുവാണ് വഴി കാണിച്ചു കൊടുത്തത്. ആ റബ്ബ് വഴി കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ ഇറാഖിന്റെയും മക്കയുടെയും ഇടയിലൂടെ അവിടെ നിന്ന് നടന്നു നീങ്ങി, അല്ലെങ്കിൽ ഫലസ്തീനിന്റെയും മക്കയുടെയും ഇടയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങിയ ആ കാതങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ വഴിയിലൂടെയാണ് അദ്ദേഹം നടന്നത്. അദ്ദേഹം അള്ളാഹു കാണിച്ചു കൊടുത്ത വഴിയിൽ വഇബ്രാഹീം അല്ലദീ വഫ, അള്ളാഹ് പറയാ, എന്തെല്ലാമാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സമ്പൂർത്തീകരിക്കാൻ പറഞ്ഞത്, അതെല്ലാം സമ്പൂർത്തീകരിച്ചവനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയാസം കണ്ടായില്ല. അത് ആ പ്രയാസങ്ങളില്ലാത്തത് എന്തുകൊണ്ടാ? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ, എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ നടന്നു നീങ്ങി എന്റെ റബ്ബിലേക്ക് അത് പൂർത്തീകരിച്ചവനായി ഞാൻ എത്തിയില്ല എങ്കിൽ, ആ അമാനത്തിനെ, എന്നെ ഏൽപ്പിച്ച അമാനത്തിനെ ഞാൻ കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ അത് പാപമാണ്. ആ പാപം ഏറ്റെടുക്കാൻ നാളെ പാരത്രിക ലോകത്ത് വേറൊരാളുണ്ടാവില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എന്നെയും നിങ്ങളെയും അല്ലാഹു ഒരുപാട് അമാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല ഒരുപാട് അമാനത്ത് നൽകിയിട്ടുണ്ട്, അല്ലെ? ഈ ദീനാകുന്ന അമാനത്ത് ഓരോ കൽപ്പനകളും, ഓരോ നിർദ്ദേശങ്ങളും, ഓരോ
ഹലാല് ഹറാമുകളും എനിക്കും നിങ്ങൾക്കുമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അമാനത്താണ്. ആ അമാനത്തിനെ നമ്മൾ നിറവേറ്റാതെ പോവുക എന്നതാണ് പാപം. 5 നേരം ഒരാൾ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പാപമാകുന്നത് എന്തുകൊണ്ടാ? അത് അള്ളാഹ് ഏൽപ്പിച്ച അമാനത്തായതുകൊണ്ടാണ്. ആ അമാനത്ത് അയാൾ നിറവേറ്റാത്തത് കൊണ്ടാണ് അത് പാപമാകുന്നത്. സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് 2.5% നിർബന്ധമായ ദാനം അത് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ പാപമാണ്. എന്തുകൊണ്ടാണ് പാപമായത്? അള്ളാഹു എന്നെ ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്ത് ഞാൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് പാപമാകും. ആ പാപം നാളെ പാരത്രിക ലോകത്ത് ആരും ഏറ്റെടുക്കാൻ ഉണ്ടാകില്ല. അത് അദ്ദേഹത്തിന് കൃത്യമായ ബോധം ഉണ്ടായിരുന്നു. ആ ബോധമില്ലായ്മയാണ് ഞാനും നിങ്ങളും ഒരുപാട് അമാനത്തുകളെ അള്ളാഹുവിന്റെ ദീനിൽ അവൻ നിയമമാക്കി അവൻ നമുക്ക് കൃത്യമായി കാണിച്ചു തന്ന പല അമാനത്തുകളെയും നമ്മൾ നിസ്സാരമായി കാണുന്നത്. നാളത്തെ ലോകത്തെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമുക്കൊരു യക്കീൻ വരുന്നില്ല. അവിടെ ആ പാപം ഏറ്റെടുക്കാൻ ആരുണ്ടാകൂല. ആ പാപം ഞാൻ തന്നെ വഹിക്കേണ്ടി വരും. പടച്ചവനെ എനിക്ക് വഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് നിന്റെ വഴിയെ നടന്നേ പറ്റൂ. നിന്റെ വഴിയെ, നീ കാണിച്ചു തന്ന ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയെ എനിക്ക് നടന്നേ പറ്റൂ. കാരണം അങ്ങനെ നടന്നില്ല എങ്കിൽ ആ പാപം നാളെ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൃത്യമായ ബോധ്യമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ 53-ാമത്തെ അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം ആ അമാനത്തിനെ നിർവഹിച്ചു നോക്കൂ. ഇത് ഖാല ലി അബീഹി, അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. എന്താണ് പറഞ്ഞത്? യാ അബത്, അലിയ പിതാവേ, ലീമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. സൂറത്ത് മറിയം അതിന്റെ 42-ാമത്തെ വചനത്തിൽ അല്ലയോ പ്രിയപ്പെട്ട പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ തന്റെ ഒരു അമാനത്തിനെ നിറവേറ്റിയത് ഖുർആൻ പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ട പിതാവേ, തീർച്ചയായും ലിമ തഅബുദു, താങ്കൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്? എന്തിനെയാണ് താങ്കൾ ആരാധിക്കുന്നത്? എന്തിനോടാണ് താങ്കൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നമുക്ക് പഴഞ്ചന അല്ലെ, നമ്മളൊക്കെ സഹോദരന്മാർ എത്രയോ പേര് ശിർക്കിലേക്ക് പോകുന്നു. നമുക്ക് വിഷയമല്ല, നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ മാതാപിതാക്കളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ അവിടത്തെ കർമ്മ മേഖലയിൽ, അവിടത്തെ വഫായിൽ, അവിടെ നിന്ന് നിറവേറ്റാനുള്ള ആ കർമ്മ മേഖലയിൽ അദ്ദേഹം നിർവഹിച്ച ഏറ്റവും പ്രധാനമായ ഒരു നിർവഹണ പ്രക്രിയ അല്ലാഹു തആല അടിവരയിട്ട് പറയുകയാണ്. സ്വന്തം പിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനോടാണ് അങ്ങ് പ്രാർത്ഥിക്കുന്നത്? എന്തിനെയാണ് അങ്ങ് ആരാധിക്കുന്നത്? മാലാ യസ്മഉ, ഒന്നും കേൾക്കില്ലട്ടോ. ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള വിഗ്രഹങ്ങൾ കേൾക്കില്ല. ഇപ്പൊ നമ്മുടെ കാലത്തുള്ള വിഗ്രഹങ്ങൾ കേൾക്കും. അന്ന് അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ഔലിയാക്കന്മാർ കേൾക്കില്ല എങ്കിൽ നമ്മുടെ കാലത്തുള്ള ഔലിയാക്കന്മാർ കേൾക്കും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആലോചിച്ചത് സ്വന്തം പിതാവിനോട് അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ് ഒന്നും കേൾക്കാത്ത, വലാ യുബ്സിർ, ഒന്നും കാണാത്ത, വലാ യുഗ്നി അൻക ശൈഅ, യാതൊന്നും പ്രയോജനം ചെയ്യാൻ കഴിയാത്ത എന്തിനെയാണ് താങ്കൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് അമാനത്തിന്റെ ഒരു നിർവഹണമാണ്. രണ്ടാമത് അദ്ദേഹം തീർച്ചയായും ഒന്നുകൂടി പറഞ്ഞു, വലാ അബത് ഇന്നി അഖാഫ അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, അദാബും മിനർ റഹ്മാൻ, പരമകാരുണികന്റെ ശിക്ഷ പ്രിയപ്പെട്ട പിതാവേ അങ്ങയെ ബാധിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കലും പൊറുക്കാത്ത പാപം, ഒരിക്കലും മാപ്പാക്കപ്പെടാത്ത പാപം, എല്ലാ അമലുകളെയും പൊളിച്ചു കളയുന്ന പാപം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാവേ, യാ അബത്, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഇന്നി അഖാഫ അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണികന്റെ ശിക്ഷ താങ്കളെ പിടികൂടുന്നത്, താങ്കളെ ബാധിക്കുന്നത് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായും ഫതകൂന ലിശ്ശൈത്വാനി വലിയ, താങ്കൾ ഈ പ്രവൃത്തി ചെയ്തിട്ട് പിശാചിന്റെ സഹായിയായി തീരല്ലേ കേട്ടോ, പിശാചിന്റെ കൂട്ടാളിയായി മാറല്ലേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ആ 19-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ വചനത്തിൽ വീണ്ടും പിതാവിനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത്. സാഹചര്യം ഒട്ടും അനുകൂലമല്ല, അതാണ് പറഞ്ഞത്. കുടുംബത്തിന്റെ സാഹചര്യം ഒട്ടും അനുകൂലമല്ല. അദ്ദേഹം പറയുന്നുണ്ട്, വഹജുർനി മലിയ, നീ എന്നെ വിട്ട് പൊയ്ക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും. അതുകൊണ്ട് നീ എന്നെ വിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് പ്രതികൂലമാണ് കാലാവസ്ഥ.
പ്രതികൂലമാണ് സാമൂഹിക അവസ്ഥ, കുടുംബത്തിന്റെ അവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ അദ്ദേഹം തന്റെ അമാനത്ത് നിർവഹിക്കാതിരുന്നില്ല. കാരണം അതൊരു അമാനത്താണ് പ്രിയപ്പെട്ടവര്, അതൊരു അമാനത്താണ്. ആ അമാനത്ത് നിർവഹിക്കാൻ, അമാനത്താണ് 5 നേരത്തെ നമസ്കാരം എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിസ്കരിക്കണേ. മനസ്സിലാകാത്തവർ നിസ്കരിക്കാതിരിക്കുന്നവർ പാപികളായി മാറുന്നു. നാളെ ആ പാപം അവൻ നാളെ പാരത്രിക ലോകത്ത് വഹിക്കേണ്ടി വരും. എങ്കിൽ ഇതൊരു അമാനത്താണ്, ഇതൊരു അമാനത്താണ്. ഈ അമാനത്ത് നമ്മൾ നിർവഹിക്കണം. വീണ്ടും അദ്ദേഹം തന്റെ പിതാവിനോടും തന്റെ സമൂഹത്തോടും ചോദിക്കുകയാണ്, ഇത് നിങ്ങള്, അല്ലയോ പിതാവേ, അല്ലയോ സമൂഹമേ, എന്റെ ജനതയെ, അദ്ദേഹം രണ്ടുപേരെയും വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വിഗ്രഹങ്ങൾക്ക്, നിങ്ങളെ തമാസീൽ, നിങ്ങൾ കൊത്തിയുണ്ടാക്കിയതായ ഈ രൂപങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ എഴുത്തിക്കാഫിരിക്കുന്ന, ഭജനമിരിക്കുന്നത് വലിയ തെറ്റാണ് കേട്ടോ. ഇബാദത്തുകളെല്ലാം അല്ലാഹുവിനാണ്, പ്രാർത്ഥനകളെല്ലാം റബ്ബിന് മാത്രമാണ്. ആ റബ്ബിനോട് മാത്രം ചെയ്യേണ്ട ഇബാദത്ത് നിങ്ങൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് വലിയ തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ് പ്രിയപ്പെട്ടവരെ. ഒരു സമൂഹത്തിനോട് നമുക്കൊരു ബാധ്യതയുണ്ട്, ഒരു സമൂഹത്തിനോട് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പൂർത്തീകരിച്ചത്? ഇബ്രാഹിം നബി അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല സാക്ഷി പറയാം. സ്വന്തം കുടുംബത്തോട് അദ്ദേഹം എങ്ങനെയാണത് പൂർത്തീകരിച്ചത്? സ്വന്തം സമൂഹത്തോട് എങ്ങനെയാണത് പറഞ്ഞത്? അദ്ദേഹം അതെങ്ങനെയാണ് നിർവഹിച്ചത്? അത് വളരെ കൃത്യമായി, നമ്മൾ പറയില്ലേ, ശരിക്ക് ഒരാൾക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ ആ വിഷയത്തിന്റെ ഗൗരവം അതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവല്ലാത്ത ഒരു ആരാധ്യനിലേക്ക്, അല്ലാഹുവല്ലാത്ത ഒരു ഇബാദത്ത് അർപ്പിക്കപ്പെടാവുന്ന ഒരു ശക്തിയും ഇല്ല. യാതൊന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, നിങ്ങൾക്ക് ഉപകാരം എടുക്കാവുന്ന ഒട്ടുമേ അങ്ങനെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ശക്തിയുമില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായി അവിടെ പഠിപ്പിക്കുകയാണ്. ഇനി രാജാവിലേക്ക് നോക്ക്. അലം തറ ഇലല്ലദീ ഹാജ്ജ ഫീ ഇബ്രാഹിം റബ്ബുഹു അൻ അതാഹു അല്ലാഹുൽ മുൽക. അല്ലെ, സൂറത്തുൽ ബഖറയിൽ നമ്മൾ സ്ഥിരമായി ഓതിപ്പോകുന്ന 258 ആയത്തുൽ കുർസിയതിനു ശേഷം നമ്മൾ ഓതിപ്പോകുന്ന ഭാഗമാണ്. ഇബ്രാഹിം നബിയോട് തർക്കിച്ച ഒരുവനെ നീ കണ്ടില്ലയോ? അൻ അതാഹു അല്ലാഹുൽ മുൽക, അല്ലാഹുവാണ് അവൻ അധികാരം നൽകിയത്. അള്ളാഹുവിന്റെ അധികാരം കിട്ടിയ, രാജാധിപത്യം കിട്ടിയ, ഈ ഭൂമിയിലെ താൽക്കാലികമായ അധികാരം കിട്ടിയ ആ ആള് ഇബ്രാഹിം നബിയോട് തർക്കിച്ചത് നീ കണ്ടില്ലയോ? ഇത് ഇബ്രാഹിമോ, ഇബ്രാഹിം നബി അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭത്തിൽ റബ്ബി അല്ലദീ യുഹീ വയുമീത്, ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ഈ ലോകത്തിന്റെ റബ്ബ്, ഈ ലോകത്തിന്റെ നാഥൻ, ഈ ലോകത്തിന്റെ രക്ഷിതാവ്, അവനാണ് എല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ഉടനെ ആ അധികാരം കിട്ടിയ, താൽക്കാലികമായ രാജാധിപത്യം കിട്ടിയവൻ പറഞ്ഞു, അന ഉഹിയു വ ഉമീതു, എനിക്കുമുണ്ടല്ലോ ജീവിപ്പിക്കാനും എനിക്കുമുണ്ടല്ലോ മരിപ്പിക്കുവാനുമുള്ള അധികാരം. ഞാൻ വിചാരിക്കുന്ന ഏതൊരാളെയും കൊന്നുകളയാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഏതൊരാളെയും ജീവിച്ചു കൊള്ളാൻ പറഞ്ഞിട്ട് അവനെ വിടുതൽ നൽകാൻ, അവനെ സ്വതന്ത്രമായി വിടാനുള്ള അധികാരവും എനിക്കുണ്ടല്ലോ. പിന്നെ നീ പറയുന്ന റബ്ബും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? നീ പറയുന്ന റബ്ബും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന്റെ ലോജിക്ക് അവിടെയായിരുന്നു. യുക്തിവാദികളായിട്ടുള്ള ആളുകളെ പലതും നമ്മളോട് വർത്തമാനകാല ലോകത്ത് ചോദിക്കുന്ന അതിന്റെ വേറൊരു വേർഷൻ, വേറൊരു ഭാഗം അദ്ദേഹം അന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞു, എങ്കിൽ എന്റെ നാഥൻ ഈ സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ. ഈ ചോദ്യം സാലിഹ് നബിയോട് ചോദിച്ചു. ഈ കാണുന്ന പാറയുടെ മുകളിൽ നിന്ന് ഒരൊട്ടകം വരട്ടെ, വന്നു അല്ലെ? അള്ളാഹുവിനൊരു പ്രയാസമില്ല, അള്ളാഹുവിനൊരു ബുദ്ധിമുട്ടില്ല. അള്ളാഹു ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ആ പാറയിൽ നിന്ന് ഒരൊട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവൻ എന്റെ നാഥനാണ്. നീ അങ്ങനെ ഒരു ദൈവമാണ് എങ്കിൽ പടിഞ്ഞാറ് നിന്ന് ആ സൂര്യനെ നീ ഒന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ സമയത്ത് ഫബുഹിത്തല്ലദീ കഫറ, ആ നിഷേധിയുടെ ഉത്തരം മുട്ടിപ്പോയി. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ആ വിഷയം അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അനീതി ഉണ്ടാകും, അക്രമം ഉണ്ടാകും, കൊള്ളവെപ്പുണ്ടാകും, കൊള്ളിവെപ്പുണ്ടാകും,
ഭരണത്തിലുള്ള എല്ലാ വിധത്തിലുമുള്ള പോരായ്മകൾ ഉണ്ടാകും. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു രാജാവിന്റെ ഭരണാധിപത്യത്തിന്റെ കീഴിലുള്ള സാമൂഹികമായ തിന്മകളെയല്ല ഒന്നാമതായി എതിർത്തത്, മറിച്ച് വിശ്വാസപരമായിട്ടുള്ള തിന്മ. ആ തിന്മയിൽ നിന്ന് ഓരോ മനുഷ്യനും പരിവർത്തിപ്പിക്കപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ യഥാവിധിയുള്ള പരിവർത്തനം ഉണ്ടാകുന്നത്. അത് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. ഒരു ഭരണകൂടത്തിന്റെ, ഒരു ഭരണാധിപത്യത്തിന്റെ കീഴിൽ നടക്കുന്ന ഏതേത് തിന്മകളുമായി നമുക്ക് രാജിയാകാമെന്നോ അല്ലെങ്കിൽ അതിനോട് നമുക്ക് ഒരിക്കലും അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കണമെന്നോ അല്ല. പക്ഷേ ഒരു ദഅവത്തിന്റെ, ഒരു പ്രബോധന പ്രവർത്തനത്തിന്റെ, ഒരു കൃത്യമായ ദൗത്യ നിർവഹണത്തിന്റെ അടിസ്ഥാനപരമായ ശിലമാകേണ്ടത്, അതിന്റെ അടിത്തറ പാകേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാവിധി വിശ്വാസത്തെ അവരിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടും അതിലേക്ക് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടും അതിലേക്ക് അവരെ കടന്നു വരാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടും ആ വിശ്വാസത്തെ അവരിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് തീർച്ചയായും ബാക്കിയുള്ള രംഗത്തെല്ലാം പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അത് സാന്ദർഭികമായി നമ്മൾ പഠിക്കുക. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ ദൗത്യ നിർവഹണ രംഗത്ത് ഞാനും നിങ്ങളും എവിടെയാണ്? നമ്മുടെ ഉമ്മയുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വാപ്പാടെ വിശ്വാസം എന്താണ്? നമ്മുടെ ഇണയുടെ വിശ്വാസം എന്താണ്? നമ്മുടെ മക്കളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ ഇങ്ങനെ നോക്കിയേ, ഒരു കുടുംബത്തിൽ ഇങ്ങനെ നോക്കിയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാവിധി വിശ്വാസമുള്ള കുടുംബങ്ങൾ എത്ര ഉണ്ടാകും? പഴയ കാലത്തെ ശിർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നുവെങ്കിൽ ഇന്ന് എന്റെയും നിങ്ങളുടെയും വളർന്നു വരുന്ന മക്കളിലുള്ള വിശ്വാസം അത് നിരാശത്തിൻ്റെതല്ലേ ആണ്? പലരെയും അല്ലെ, നമ്മളൊക്കെ മക്കള് കോളേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് പുതിയ അവരുടേതായ കാലടികളിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ജോലിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വളരെ 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 കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹം കൈപിടിച്ച് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്. ഒരു ഉമ്മത്ത് നിർവഹിക്കേണ്ട ഡ്യൂട്ടി നിർവഹിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വളരെ ശ്രമകരമാണ് കേട്ടോ, ഒരിക്കലും എളുപ്പമല്ല. ദഅവത്ത് ഒരിക്കലും എളുപ്പമല്ല, പ്രബോധന പ്രവർത്തനം ഒരിക്കലും എളുപ്പമല്ല. വാപ്പ നിരന്തരമായി മക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മക്കൾ വാപ്പയെ കുറിച്ച് പറയുന്നത് അനിഷ്ടകരമായതോ അല്ലെങ്കിൽ അപ്രിയമായതോ അതല്ലെങ്കിൽ ഒട്ടുമേ സന്തോഷകരമല്ലാത്തതോ ആയിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും, ഒരു സംശയമില്ല. ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനോട് പറഞ്ഞുകൊണ്ടിരുന്നാലും ആ കൂട്ടുകാരൻ തീർച്ചയായും അതിനെ കുറിച്ചുണ്ടാകുന്ന പ്രതികരണം ഒരു പക്ഷേ അത്ര ഹൃദ്യമായി കൊള്ളണമെന്നില്ല, അത്ര മധുരമുള്ളതായി കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് നിർവഹിച്ചേ പറ്റൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാകുന്ന ഏക ഒറ്റയാൾ പട്ടാളം എന്ന് നമ്മൾ പറയാവുന്ന ആ ഏകനായ വ്യക്തി അദ്ദേഹം നിർവഹിച്ച ഈ അമാനത്തുണ്ടല്ലോ, കാന ഉമ്മത്തൻ ഖാനിതല്ലില്ല, അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അവനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു സമുദായത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്ന് അല്ലാഹു തആല പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഡ്യൂട്ടി അത് ഈ തൗഹീദിന്റെ കൈമാറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇത് ഈ സന്ദർഭത്തിൽ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. കാരണം നാളെ 1000 കൈകൾ എനിക്കും നിങ്ങൾക്കും എതിരിൽ ചൂണ്ടും, ഒരു സംശയമില്ല. എന്തെങ്കിലും കച്ചിച്ചുരുമ്പ് കിട്ടോ, എവിടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വൈദ ഖാലത്ത് ഉമ്മത്തും മിൻഹും ലിമ തഅദൂന അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജാറങ്ങളിലും മക്ബറകളിലും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലും അതിനേക്കാളേറെ അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന മറ്റ് ഈരടികളിലും മറ്റുള്ളതായിട്ടുള്ള പല വിശ്വാസങ്ങളിലും കഴിച്ചുകൂട്ടുന്നവരെ നിങ്ങൾ ഉപദേശിച്ചേ പറ്റൂ. ഗുണകാംക്ഷയോടുകൂടി നിങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അവരെ നിങ്ങൾ തിരുത്തിയേ പറ്റൂ. എന്തിന്? ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ഉസ്റ്, ഒരു ഒഴിവ് കഴിവ് പറയാൻ ആ ഒഴിവ് കഴിവിന്റെ നാവ് പോലും നമുക്കില്ലാത്ത വിധം നിസ്സംഗരായി വളരെ വളരെ
ഞാനും എൻ്റെ പടച്ചോനും ഞാനും എൻ്റെ വിശ്വാസവും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ മുന്നോട്ട് പോയി കളയാമെന്ന് വിചാരിച്ചാൽ നാളെ പരലോകത്ത് നമ്മുടെ മക്കൾ നമുക്ക് എതിരിലായിട്ടുണ്ടാകും, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും, നമ്മുടെ ഇണകളുണ്ടാകും, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും, നമ്മുടെ അയൽവാസികൾ ഉണ്ടാകും, നമ്മുടെ സഹപ്രവർത്തകരുണ്ടാകും. ആരെല്ലാമായി നമ്മൾ ഈ ദുനിയാവിൽ ബന്ധപ്പെടുന്നുവോ അവരെല്ലാവരും നാളെ നമുക്കെതിരായിട്ട് തിരിഞ്ഞു നിൽക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നതിന്റെ ഗൗരവം. ഇബ്രാഹിം നബി ആ ദൗത്യം നിർവഹിച്ചത് എപ്രകാരമാണ് എന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം നടന്നു തീർത്ത വഴികൾ. ഇബ്രാഹിം അല്ലദീ വഫ, അല്ലാഹു തആല അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം അത് സമ്പൂർത്തീകരിച്ചവനായ ഇബ്രാഹിം എന്ന് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകുമാറ് സ്വന്തം പിതാവിനോട്, സ്വന്തം സമൂഹത്തോട്, രാജാവിനോട്, അങ്ങനെ 3 തലങ്ങളിലും അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ചത് ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തരിക. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. അതെ, തീർച്ചയായും വലം യക്കൂ മിനൽ മുശ്രികീൻ, നേർക്ക് നേരെ അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ട, അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ച അനുസരണശീലയുള്ള ഒരു ഉമ്മത്തായിരുന്നു അദ്ദേഹം. വലം യക്കൂ മിനൽ മുശ്രികീൻ, ഒരിക്കലും ശിർക്കിന്റെ യാതൊരു വിധത്തിലുമുള്ള ലാഞ്ചനയോ യാതൊരു വിധത്തിലുമുള്ള ന്യൂനതയോ ഇല്ലാത്ത വിധം അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച ഒരു ഉമ്മത്തായി കൊണ്ട് ജീവിച്ച ആ ഇബ്രാഹീമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാ ഖുർആൻ പറഞ്ഞത്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാഹു തആല ശരിയാം വിധം കാര്യങ്ങളെ മനസ്സിലാക്കാൻ, അതിന്റെ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അതിനനുസൃതമായി പ്രവർത്തിക്കുവാനുള്ള മഹാ സൗഭാഗ്യം നൽകി നമ്മളെ ഏവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും യഥാവിധി പാലിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാനുള്ള പരിശ്രമം എപ്പോഴും നാം ഓരോരുത്തരും കൈക്കൊള്ളണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം: വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലതഅമുറുന്ന ബിൽ മഅറൂഫി, നന്മ നിങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹൗന്ന അനിൽ മുൻകർ, തിന്മ അത് നിങ്ങൾ വിരോധിക്കുകയും വേണം. രണ്ടും അതിൻ്റെ തഅക്കീദായ രൂപത്തിലാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. അങ്ങനെ ഒരു പ്രക്രിയ നടക്കുക തന്നെ വേണം. നന്മ കൽപ്പിക്കപ്പെടുന്ന, തിന്മ വിരോധിക്കപ്പെടുന്ന ഒരു പ്രക്രിയ അത് നിങ്ങളിൽ നിന്ന് ഉണ്ടാവുക തന്നെ വേണം. എന്നിട്ട് റസൂൽ പറഞ്ഞു, അങ്ങനെ ഉണ്ടായില്ലെങ്കിലോ, ആ ഒരു പ്രക്രിയ നടക്കുന്നില്ലെങ്കിലോ, ലയൂശികന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ അത് നിങ്ങളിൽ വന്ന് പതിക്കാൻ കാരണമായേക്കും. അല്ലാഹു തആല അവന്റെ ശിക്ഷ ആ ഒരു ഉമ്മത്തിന്റെ മേൽ, ആ ഒരു സമൂഹത്തിന്റെ മേൽ അതിൽ നിന്ന് ഉപദേശിക്കപ്പെടുക. കുൻതും ഖൈറ ഉമ്മ, അത് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഖൈറ ഉമ്മത്തിൽ നിന്നാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുക. കാരണം തുഅ്മിനൂന ബില്ലാഹ്, അവർക്കാണ് അല്ലാഹുവിൽ വിശ്വാസമുള്ളത്. വൽ യൗമിൽ ആഖിർ, അവർക്കാണ് പരലോകത്തിൽ വിശ്വാസമുള്ളത്. അപ്പോൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവരാരാണ്? അത് ഈ ഖൈറ ഉമ്മത്താണ്. ആ ഖൈറു ഉമ്മത്ത് എന്ത് ചെയ്യണം? ഖൈറു ഉമ്മത്ത് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല വിശ്വാസത്തെയും ഈ നല്ല ദീനിനെയും അവർ ഈ സമൂഹത്തോട് കൽപ്പിച്ചു കൊണ്ടിരിക്കണം. ഈ ദീൻ നിരോധിച്ചിട്ടുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും, എല്ലാ അനാചാരങ്ങളെയും, എല്ലാ തിന്മകളെയും അവർ വിരോധിക്കുകയും വേണം. ആ പ്രക്രിയ നടക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അവരെ പിടികൂടിയേക്കാം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും, അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണ് അത് വരിക? അത് പേമാരിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് തന്നെ വന്നുകൊള്ളുന്നില്ല. മറിച്ച് അത് വരാൻ സാധ്യതയുള്ള ഒരു മേഖല നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ആ ദുആഇന് അള്ളാഹുവിന്റെ അരികിൽ ഉത്തരം കിട്ടുകയില്ല. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. അതാണ് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള ശിക്ഷയായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ അമാനത്താണ് പ്രിയപ്പെട്ടവരെ ഈ വലിയ ദൗത്യം നമ്മൾ പരസ്പരം കൈമാറുക എന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പൊന്നോമന മക്കളും നമ്മുടെ കുടുംബവും നാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ പരലോകത്ത് രക്ഷ പ്രാപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന
എല്ലാവരിലേക്കും നമ്മൾ ഈ സത്യദീനിന്റെ പ്രകാശം അത് നമ്മൾ പരസ്പരം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7ാം ക്ലാസ് വരെ നമ്മുടെ കൊച്ചുമക്കൾക്ക് പഠിക്കാവുന്ന മദ്രസാ സംവിധാനം എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇവിടെ അതിനുള്ള എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ ഭാഗത്ത് താമസിക്കുന്നവരോ ഈ ഭാഗത്ത് അങ്ങനെ എത്തപ്പെടാവുന്നവരോ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക. മക്കളിലേക്ക് ഈ ദീനിന്റെ സന്ദേശത്തെ പകർന്നു കൊടുക്കേണ്ട പ്രായത്തിൽ അത് കൊടുക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, ഇന്നലെ നമ്മുടെ ഈ കുസാറ്റിന്റെ മറുവശത്ത് ഒരു സലഫി പള്ളിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ പള്ളിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു മാന്യദേഹമാണ് തീർച്ചയായും നമുക്കറിയാവുന്ന ഇന്നലെ മരണപ്പെട്ടു പോയ മുസ്തഫ സാഹിബ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. പൂർണ്ണമായ അർത്ഥത്തിൽ മഅഫറത്ത് മർഹമത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരി വീഴ്ചകൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഓരോരുത്തരുമായി അവന്റെ അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പൊന്നോമന മക്കള്, നമ്മുടെ കുടുംബം, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവന്റെ ഈ ദീനിലേക്ക് ചേർത്ത് നിർത്തി അവൻ വലിയ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ വലിയൊരു ആശ്വാസമായി നമുക്ക് അല്ലാഹു തആല കൊണ്ടെത്തിച്ച് തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും അത് അതിൻ്റെതായ ഗൗരവത്തോടു കൂടി നമ്മൾ അത് ചിന്തിച്ച് മനസ്സിലാക്കി അതിനനുസൃതമായി കഴിവിന് പരമാവധി അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ എപ്പോഴും നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകിയും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة